ഇനി സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുന്നു, മൂപ്പര് പറയുന്ന എല്ലാറ്റിനും തെളിവ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത് മുക്കിപ്പിരിച്ചതാ. എന്നാ ഖുർആൻ സുന്നത്തും എന്ന് പറയട്ടെ, ഖുർആൻ സുന്നത്തും കാണിച്ചു തരാം. ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതുമായി യോജിക്കാത്ത തള്ളി ചെത്തിക്കളയുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല. ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ട ഞങ്ങൾ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരേണ്ട. മനസ്സിലായോ? നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? കണക്കില്ല. ആളെടുത്തു നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആളുകളോട് പിരിച്ച കണക്കില്ല എന്നിട്ട് മിണ്ടണ്ടാ മൂപ്പര് പറയുന്നു. എന്നാ മൗലവി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാനമായി ചോദിക്കട്ടെ, ഖുർആനും സുന്നത്തുല്ലേ നിങ്ങളൊക്കെ സംഗതി? മൗലവി, നിങ്ങളെ കൈകൊണ്ട് തന്നെ, നിങ്ങളെ കൈകൊണ്ട് ഒറ്റപ്പാലം കോടതിയിൽ 6% പലിശ ചോദിച്ചിട്ട് കേസ് കൊടുത്തിട്ടില്ലേ AP അബ്ദുൽ ഖാദർ മൗലവി? പലിശ ചോദിച്ചിട്ട് നിങ്ങൾ കോടതി കേസ് കൊടുത്തിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങളെ വാദപ്രതിവാദത്തിൽ കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവി ചോദിച്ചപ്പോ നിങ്ങളെ പക്ഷത്തു നിന്നുള്ള മറുപടി എന്താ? നിങ്ങൾ മുതലെങ്കിൽ അന്നേക്കും പലിശ വിട്ടുതരാം. ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല എന്നല്ല, പിന്നെ മുതലെങ്കിൽ അന്നേക്ക് പലിശ വിട്ടുതരാം. വിട്ടുതരണമെങ്കിൽ ആദ്യം അവകാശം ഉണ്ടാകണ്ടേ മൗലവി? പലിശക്ക് അവകാശം ഉണ്ടാവോ? അതെന്ന് വെച്ചാ ലത്തീഫിന്റെ കണക്കൊന്ന് നോക്ക്. എതിർകക്ഷിയായ ഹർജിക്കാരൻ വരേണ്ട താഴെയും പലിശയും മേലാൽ വസൂലാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും മുറി ഒഴിഞ്ഞ് കൈവശം കിട്ടുന്നതുവരെ മാസത്തിൽ 1000 രൂപ കണ്ടുള്ള മേലാൽ വാടകയും എതിർകക്ഷിയാൽ തരുവാൻ കൽപ്പിച്ചും വിധിയുണ്ടാവണമെന്ന പലിശന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. പലിശന്റെ കണക്ക് കേസ് കൊടുത്തതാ പലിശട്ടൻ. അതിന് മാസക്രമം പ്രകാരം 6% പ്രകാരം 1/1/2002 മുതൽ 1/11/2003 കൂടി പലിശ 1265. ആകെ 24,265. നിങ്ങള് ദുനിയാവിലെ കോടതി മാത്രം പറഞ്ഞാൽ പോലെ പരലോകത്തെ കോടതി പറയണം. പോരാത്തത് കേരളം അൽമനാമിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കറ്റ് ഡയറിയില്ല പലിശനെ കണക്കിൽ ആർക്കൊണ്ടിയാണോ? നിങ്ങൾ മനസ്സിലായോ? അത് പറഞ്ഞതാ. KNM പുറത്തിറക്കിയ ഡയറിയിൽ പലിശന്റെ കണക്കിട്ട് ഇത് ആർക്കാണാവോ എന്ന് ആര് ലത്തീഫ് ചോദിക്കുന്നു. ഇപ്പൊ മുജാഹിദികൾ കൂട്ടച്ചിരിയ, എന്നിട്ടും രാജിവെക്കുന്നില്ല കേട്ടോ. അതോടുകൂടെ പലിശന്റെ കണക്കാൻ പലിച്ചത് കോടതി കേസ് കൊടുത്ത പലിശട്ടാണ് ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ. ഇവിടുന്ന് പറയാണ്ട് ഖുർആനും സുന്നത്തും വെച്ച് ബാക്കി അങ്ങ് ചെത്തിക്കളാം. ചെത്ത് മൗലവി, ചെത്ത്. പലിശക്ക് ഏത് ഖുർആനിലാ തെളിവ്? അല്ലാഹ് ഹറാമാക്കി പലിശ, അല്ലാഹ് ഹലാലാക്കി കച്ചവടം. നിങ്ങൾ പലിശക്കല്ലേ മൗലവി കേസ് കൊടുത്തത്?